നന്നാലിക്കൂട്ടിലൊരുണ്ണി പിറന്നേ മഞ്ഞണിപ്പൂക്കൾ പുഞ്ചിരിക്കുമ്പോൾ മണ്ണിന്റെ നായകനുണ്ണി പിറന്നേ. Very good morning. In the Kalkan Recharge, past 8 a.m. on the station clock here. You are listening to Club FM 99.6. Shrutim Tanveerumana ningalodopam. And yes, Kalkan Recharge is brought to you by Joy Alucas, world's favorite jeweler. എന്തായാലും ഈ വരുന്ന വീക്കെൻഡിൽ നിങ്ങൾ എത്തേണ്ട ഒരു സ്ഥലമുണ്ട്, ഷാർജ എക്സ്പോ സെന്റർ എന്ന് പറഞ്ഞു, സോ ദറ്റ് യു ക്യാൻ ആക്ച്വലി ബൈ യുവർ ഡ്രീം ഹോം. അപ്പോൾ അതിനെ കുറിച്ച് സംസാരിക്കാം, നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ഒക്കെ അറിയാം madhrumi.com കേരള പ്രോപ്പർട്ടി എക്സ്പോനെ കുറിച്ച്. ബട്ട് റൈറ്റ് നൗ വി ഹാവ് എൻ അമേസിംഗ് പേഴ്സണാലിറ്റി സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് അസ്. അതായത് ഒരു വീടെന്ന് പറയുമ്പോൾ പലരുടെയും സ്വപ്നമാണ്, ഏറ്റവും പ്രയോറിറ്റി ലിസ്റ്റിൽ ഏറ്റവും ടോപ്പിലിരിക്കുന്നതാണ് ഡ്രീം ഹോം എന്ന് പറയുന്നത്. ആ ഒരു സ്വപ്നം എത്രയോ ആൾക്കാർക്ക് റിയാലിറ്റി ആക്കി കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ ഇന്ന് ജോയിൻ ചെയ്യുന്നത്. പ്രത്യേകിച്ചും പ്രവാസി മണ്ണിൽ ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ കുറച്ചും കൂടെ ആളുകൾക്ക് കണക്ട് ഉണ്ടെന്ന് തോന്നുന്നു. പ്രവാസികളോട് നിങ്ങളെ പ്രവാസിയാക്കിയതിന്റെ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്ന ഒന്ന്, സ്വന്തമായിട്ടൊരു വീട്, ഇഷ്ടത്തിനൊരു വീട്, ഫാമിലിക്കൊക്കെ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ ഒരു ഇടം സ്വന്തമാക്കണമെന്നുള്ള ആഗ്രഹത്തിൽ പ്രവാസ ജീവിതം സ്റ്റാർട്ട് ചെയ്തവരാണ് നമ്മൾ പലരും. അപ്പോൾ എന്തായാലും അസറ്റ് ഹോംസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഹൗസ് ഹോൾഡ് നെയിം തന്നെയാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം. അസറ്റ് ഹോംസിന്റെ ഫൗണ്ടറും MD ആയിട്ടുള്ള സുനിൽ കുമാർ സാറാണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് സാർ, വെൽക്കം ടു കലക്കൻ റീചാർജ്. നമസ്കാരം. ഗുഡ് മോർണിംഗ്. ഈ വീട് എന്ന് പറഞ്ഞത് പറഞ്ഞ പോലെ പലർക്കും പലതാണ്. സുനിൽ കുമാർ സാറിനോട് വീടിനെ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെയാ, വീട് എന്ന് പറഞ്ഞാൽ എന്താ, ഇതിന്റെ ഡെഫിനേഷൻ കൊടുക്കാൻ പറഞ്ഞാൽ? വീടെന്ന് പറഞ്ഞാൽ ഒരു 4 ചുമരുകൾക്കുള്ളിലുള്ള ഒരു സ്ഥലമാണെന്ന് പറയാൻ പോയി കഴിഞ്ഞാൽ അത് തെറ്റായിരിക്കും. വീടെന്ന് പറയുമ്പോൾ അതിനകത്തൊരു ഒരു കുടുംബവും ഒരു സന്തോഷവും ഒരു ഐശ്വര്യവും പരസ്പര ധാരണയും സമാധാനവും എല്ലാം വരുമ്പോഴല്ലേ ഒരു വീട് യഥാർത്ഥ വീടായിട്ട് മാറുന്നത്. അങ്ങനെയുള്ള വീടുകളാണ് ശരിക്കും അസറ്റ് ആവുന്നത്. അതാണ് ഞങ്ങൾ അസറ്റ് ഹോംസ് പറയാൻ കാരണം. അസറ്റ് ഹോംസിന്റെ ഒരു മോട്ടോ എന്താണ് ശരിക്കും? ഇപ്പോൾ ഞങ്ങളൊരു ദിവസം ഇങ്ങനെ എല്ലാവരോടും ചോദിക്കായിരുന്നു ഓഫീസിൽ, വീടെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒരു പ്രയോറിറ്റി എന്താണ്? ചിലർക്ക് സ്പേസ് ആണ്, ചിലർക്ക് ലൊക്കേഷൻ ആണ്, അങ്ങനെ പല വെള്ളം, അതിന്റെ അവൈലബിലിറ്റി. അസറ്റ് ഹോംസ് വീട് ഉണ്ടാക്കി കൊടുക്കുമ്പം ഏറ്റവും മൈൻഡിൽ കരുതുന്ന, പ്രയോറിറ്റൈസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് നമ്മുടെ ഈ പ്രകൃതിയിൽ ജീവിക്കുമ്പോഴേ ഈ പ്രകൃതിക്ക് വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ പണിത് വെച്ച് കഴിഞ്ഞാൽ അതൊരു സത്യമാവില്ല, അതൊരിക്കലും ഒരു കൃത്യമായിട്ടുള്ള കാര്യമാവില്ല. എപ്പോഴും നമ്മൾ ശ്രമിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്താണോ നമ്മുടെ സ്വപ്നം കാണുന്ന വീട് എന്ന് പറയുന്നത് അത് പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുക എന്നുള്ളതാണ്. ഇണങ്ങി നിൽക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് വെളിച്ചം വീട്ടിലേക്ക് വരണം, വായു വീട്ടിലേക്ക് വരണം, അങ്ങനെ പല കാര്യങ്ങൾ ആഡ് ചെയ്ത് കഴിയുമ്പോഴാണ് നേരത്തെ പറഞ്ഞ പോലെ 4 ചുമരുകൾക്കുള്ളിലുള്ള ഒരു മുറിയിൽ നിന്ന് അതൊരു വീടായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയുന്ന സ്ഥലമായിട്ട് മാറുന്നത്. അപ്പോൾ നമ്മൾ പണ്ട് പറയില്ലേ, ഈ പറഞ്ഞ പോലെ കാറ്റും കാക്കയും ഒരുപോലെ എന്ന് പറയും. അതായത് ഈ കാക്ക ഒരു മുറിയുടെ അകത്തേക്ക് കടക്കണം എന്നുണ്ടെങ്കിൽ പുറത്തേക്ക് കടക്കാനുള്ള വഴി വേണം. അല്ലെങ്കിൽ കാക്ക പുറത്ത് കാത്തുക്കുള്ളൂ, അകത്തേക്ക് വരില്ല. പുറത്തേക്ക് വേണ്ട വഴി ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാക്ക മുറിയുടെ അകത്തേക്ക് കിടക്കുള്ളൂ എന്ന് പറയുന്ന പോലെ തന്നെയാണ് കാറ്റും. ഈ ക്രോസ് വെന്റിലേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്. വളരെ ചെറിയൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. പല ആൾക്കാരും ചെയ്യേണ്ടതും പല ആൾക്കാർക്കും അറിയാവുന്നതും പല ആൾക്കാരും ചെയ്യാത്തതുമായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്ന കമ്പനിയാണ് അസറ്റ് ഹോംസ്. അപ്പം ഞങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഞങ്ങൾ ഈ വേണ്ടതാണെന്ന് കരുതുന്ന കാര്യങ്ങൾ ഞങ്ങൾ മാറ്റിവെക്കില്ല. വേണ്ടതാണെന്ന കാര്യങ്ങളെല്ലാം ഞങ്ങളവിടെ കൂട്ടിച്ചേർക്കും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, വീട് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്വപ്ന സുന്ദരമായിട്ടുള്ള ഭവനമായിട്ട് അതിനെ മാറ്റിയെടുക്കാണ്ട് സാധിക്കും. പ്രകൃതി വീടിനകത്തേക്ക് കടന്നു വരുമ്പോൾ, വെളിച്ചവും വായുവും വീടിനകത്തേക്ക് കടന്നു വരുമ്പോഴാണ് നല്ല വീടുകൾ ഉണ്ടാവുന്നത്. അത്തരം വീടുകളിലാണ് എനർജി ഉണ്ടാവുന്നത്, അത്തരം വീടുകളാണ് പോസിറ്റീവായിട്ടുള്ള വീടുകളായിട്ട് മാറുന്നത്, ആരോഗ്യം ഉണ്ടാവുന്നത്. അത്തരം വീടുകൾ സൃഷ്ടിക്കുമ്പോൾ, അപ്പോൾ നമ്മളൊരു ഫ്ലാറ്റ് പണിത് അല്ലെങ്കിൽ ഒരു വീട് പണിത് ഒരാൾ കൊടുക്കുമ്പോൾ അവരവിടെ വളരെ സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഒക്കെ പ്രോസ്പെറസ് ആയിട്ടൊക്കെ ജീവിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നതിലെ സന്തോഷമാണ് ഞങ്ങളുടെ ബാലൻസ് ഷീറ്റ്. ഇപ്പോഴും ധൈര്യത്തോടെ ഞങ്ങൾക്ക് പറയാവുന്ന ഒരു 7000-ലധികം കുടുംബങ്ങൾ അസറ്റ് ഹോംസിൻ്റെ ഫ്ലാറ്റുകളിലാണ് കേരളത്തിൽ താമസിക്കുക എന്ന് പറയുമ്പോൾ, ഒരു ദിവസം രാത്രി ഏകദേശം 26,000-27,000 ആൾക്കാർ ഉറങ്ങുന്നത് ഞങ്ങളുടെ വീടുകളിലാണ്. അത്രയും പേർക്ക് ഉറങ്ങാൻ പറ്റിയാലേ ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ, ശരിയല്ലേ? അപ്പം അത്തരം വേറെ കാര്യമുണ്ട്. നമ്മുടെ ഒരു വീട്ടിൽ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണം ഉറങ്ങാനായിട്ട്. ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ല. ഇന്നിപ്പോൾ ഹസ്ബൻഡും വൈഫും കുട്ടികളും എല്ലാവരും ചേർന്നൊരു വീട്ടിൽ, രണ്ടുപേരും ജോലിക്ക് പോകുന്നൊരു വീട്ടിൽ, കുട്ടികൾ പഠിക്കാൻ പോകുന്നൊരു വീട്ടിൽ ഏറ്റവും കൂടുതൽ സമയം ഓരോ വ്യക്തിയും ആ വീട്ടിൽ സ്പെൻഡ് ചെയ്യുന്നത് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഒരു 6 മണിക്കൂറോ 7 മണിക്കൂറോ 8 മണിക്കൂറോ വീട്ടിൽ ഉറങ്ങുന്നുണ്ടെങ്കിൽ അവർ ആ വീട്ടിൽ ആകെ ഉണ്ടാവുന്നത് 11 മണിക്കൂറോ 12 മണിക്കൂറോ ഉള്ളൂ. അപ്പോൾ ഒരു മെജോറിറ്റി ഓഫ് ടൈം ദേ ആക്ച്വലി സ്പെൻഡ് ഫോർ സ്ലീപ്പിംഗ്. അപ്പൊ അത്ര സുന്ദരമായിട്ടുള്ള ഒരു ഉറക്കം കിട്ടാൻ, അല്ലെങ്കിൽ നല്ല സ്വപ്നങ്ങൾ കാണാൻ ഉള്ള, മനസ്സമാധാനത്തോടെ സ്വപ്നങ്ങൾ കാണാനുള്ള അന്തരീക്ഷം ഉണ്ടായി കൊടുക്കലാണ് നമ്മുടെ ജോലി. ലവ്ലി, ദാറ്റ് വാസ് എ ലവ്ലി ആൻസർ. ശരിക്കും നമ്മളും മനസ്സിൽ കണ്ടു. പറഞ്ഞ പോലെ ക്രോസ് വെന്റിലേഷൻ
ചിലപ്പോൾ ചിലർ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്, പക്ഷെ ആരോഗ്യത്തിന് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. അത് തന്നെയാണല്ലോ ഞാൻ നമ്മളെ പറഞ്ഞത് തന്നെയാണ്, വളരെ സന്തോഷത്തിലേക്ക്. ബേസിക് പ്രിൻസിപ്പിൾസിൽ ഡീവേറ്റ് ചെയ്യുക. ബേസിക് പ്രിൻസിപ്പിൾസ് ആണ് പലപ്പോഴും പല ആൾക്കാരും മറന്നു പോകുന്നത്. പലരും വലിയ വലിയ കാര്യങ്ങൾ ചെയ്യും ഡിജിറ്റലി. ഇപ്പോൾ നിഴൽ വരുമ്പോഴത്തേക്കും, ആളുടെ നിഴൽ വരുമ്പോഴത്തേക്കും ലൈറ്റ് വരുന്ന കോറിഡോറുകളും ആള് വീടിന്റെ മുമ്പിലെത്തുമ്പോൾ നമ്മുടെ ഡിജിയാത്ര പോലെ തുറക്കുന്ന സെൻസർ ഡോറുകളൊക്കെ നമ്മൾ സൃഷ്ടിക്കും. അതിലൊന്നും നമുക്ക് പ്രശ്നമില്ല. അതൊക്കെ ടെക്നോളജിയുടെ നമുക്ക് തരുന്ന അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ നമ്മുടെ ഒരു ബേസിക് ആയിട്ട് അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള പഴയതായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. ഈ നമ്മൾ പറയില്ലേ, പഴയ കാലം നല്ലതാണ്, പഴയ കാലം നല്ലതാണ്, പഴയ സിനിമാകാരം വളരെ നല്ലതാണ്, പഴയ സിനിമ നല്ലതാണ്, പഴയ സ്കൂളിംഗ് നല്ലതാന്ന് പറയും. പക്ഷേ പഴയ ടെക്നോളജി അല്ല നമ്മളാരും പറയില്ല. പഴയ ടെക്നോളജി, ഈ ടെക്നോളജി വേണ്ടായിരുന്നു. അപ്പം ടെക്നോളജി വേണം. ടെക്നോളജിയോട് ചേർന്ന് നിൽക്കുമ്പോഴും, പുതുമയോട് ചേർന്ന് നിൽക്കുമ്പോഴും, ക്രിയേറ്റിവിറ്റിയോട് ചേർന്ന് നിൽക്കുമ്പോഴും, ഇന്നോവേഷനോട് ചേർന്ന് നിൽക്കുമ്പോഴും ആ ബേസിക് പ്രിൻസിപ്പിൾസിനെ വിട്ടുപോകാത്ത രീതിയിലുള്ള നിർമ്മാണ രീതികളും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിസൈനുകളും അവലംബിക്കുക എന്നുള്ളത് ഒരു നല്ല വീടുണ്ടാക്കാനായിട്ട് അത്യാവശ്യമാണ്. പെർഫെക്റ്റ്. ആളുകളുടെ സ്വപ്നത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഒരാളാണ്. അവരത് നേടിയെടുക്കുന്ന കാണുന്നത്. ഇപ്പോൾ അവരുടെ നിങ്ങൾ ആ ഒരു ഫൈനൽ ഒരു കീ കൊടുക്കുന്ന സമയത്ത് അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. അപ്പോൾ താങ്കൾ സ്വപ്നം കണ്ട് തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് അറിയാനൊരു കൗതുകമുണ്ട്. ഇപ്പോൾ എഞ്ചിനീയറിംഗ് പഠിക്കുക എന്നുള്ളത് വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ. അപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ച് കഴിഞ്ഞ ഒരാൾ ഇത്തരത്തിലൊരു ബിൽഡറായിട്ട് മാറുന്ന മൊമെന്റ് എന്താണ്? താങ്കൾ അന്ന് സ്വപ്നം കണ്ടത് എന്തൊക്കെയാണ്? ജോലി കിട്ടാത്തതുകൊണ്ടാണ്. അതായത് ഞാനൊക്കെ പഠിച്ച് പാസ്സാകുമ്പോൾ 91-92 സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് ജോലിയൊന്നും കിട്ടില്ല. കാരണം അന്ന് അങ്ങനത്തെ ഒരു മാർക്കറ്റില്ല, അങ്ങനത്തെ ഒരു അന്തരീക്ഷമില്ല. ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ കൊച്ചിൻ റിഫൈനറിൽ 1 വർഷം വർക്ക് ചെയ്തതിന് ശേഷം 360 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒന്നും കൺഫേം ചെയ്യുന്നില്ല എന്നുള്ള ന്യൂസ് കേട്ടപ്പോൾ അന്ന് തോന്നി നല്ല കാര്യം. പക്ഷെ അന്ന് വീട്ടിലുള്ളവർക്ക് തോന്നി മോശം കാര്യമാണ്. കാരണം ജോലി പോവാണല്ലോ, ജോലി കിട്ടിയതേ പറ്റിയല്ലേ. എന്നിട്ട് സാർ ഈ ഫീൽഡിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു? ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ ചേർന്നിട്ട് ഞങ്ങളൊരു 2006 വരെ ഇത്തരം വീടുകളും ചെറിയ ഫ്ലാറ്റുകളും എല്ലാം നിർമ്മിക്കുകയായിരുന്നു. 2006 അസറ്റ് ഹോംസ് ഉള്ള പേരിൽ ഞങ്ങൾ ഈ സ്ഥാപനം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 2006 മുതൽ 2024 വരെയുള്ള ഈ കാലഘട്ടത്തിൽ 114 പ്രൊജക്റ്റുകൾ ഞങ്ങൾക്ക് ലോഞ്ച് ചെയ്യാനും അതിൽ 77 പ്രൊജക്റ്റുകൾ സമയബന്ധമായിട്ട് ഹാൻഡ് ഓവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. 37 പ്രൊജക്റ്റുകൾ കറൻ്റ്ലി ഓൺ ഗോയിങ് ആയിട്ടുണ്ട്. കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള 9 നഗരങ്ങളിൽ 9 ഡിസ്ട്രിക്റ്റുകളിൽ അസറ്റ് ഹോംസിൻ്റെ പ്രോജക്റ്റുകൾ നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച 7000-ലധികം കുടുംബങ്ങൾ അസറ്റ് ഹോംസിൻ്റെ ഫ്ലാറ്റിൽ താമസിക്കുന്നുണ്ട്. കേരളത്തിലെ ബിൽഡർ കമ്മ്യൂണിറ്റിയിൽ ഉള്ള ബിൽഡർമാരിൽ വെച്ച് നോക്കുമ്പോൾ ക്രിസിൽ DA2+ എന്ന് പറയുന്ന ക്രിസിൽ നൽകുന്ന ഏറ്റവും ഹയസ്റ്റ് റേറ്റിംഗ് അസറ്റ് ഹോംസിന് സ്വന്തമാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം സാധിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഞങ്ങളൊരു വലിയ ശക്തമായൊരു ടീമാണ്. കാരണം ഒരു 1996 മുതൽ 2024 വരെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട്. അത്തരമൊരു ശക്തമായൊരു ടീം, ആ ടീമിൻ്റെ ഒരു ശക്തമായിട്ടുള്ള പിന്തുണയാണ് ശരിക്കും പറഞ്ഞാൽ ഇത്തരം പ്രോജക്റ്റുകൾ നമ്മൾ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നതും. ഒപ്പം തന്നെ കസ്റ്റമേഴ്സിൻ്റെ നിർലോഭമായിട്ടുള്ള സപ്പോർട്ടും. കസ്റ്റമേഴ്സ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് റിപ്പീറ്റായിട്ട്, അതായത് ഒരു ഫ്ലാറ്റോ 2 ഫ്ലാറ്റോ അത് കഴിഞ്ഞ് മക്കളൊക്കെ ആയിട്ട് 3, 4, 5 ഫ്ലാറ്റുകളൊക്കെ വാങ്ങിച്ച് ഒരുപാട് പ്രവാസികളുള്ള കസ്റ്റമേഴ്സ്. പ്രത്യേകിച്ച് UAE നിന്ന് സംസാരിക്കും, ദുബായിൽ നിന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് അഭിമാനത്തോടെ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ 1892 ആൾക്കാർ അസറ്റ് ഹോംസിൻ്റെ ഫ്ലാറ്റ് UAE നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ദാറ്റ്സ് എക്സാക്ട് നമ്പർ ആൻഡ് 1892 ഫാമിലീസ്. അത്രയും ഫ്ലാറ്റ്സ് ഞങ്ങൾക്ക് ദുബായിൽ വിൽക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അക്രോസ് കേരള ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടും പല റേഞ്ചിലുള്ള പ്രോജക്ട്സ് ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾക്ക് സാധിച്ചത്. നമ്മുടെ ഒരു സ്പെസിഫിക് കാറ്റഗറിയിൽ ഒതുങ്ങി നിന്നിട്ട് ഇപ്പോൾ ഞങ്ങളിത് വാട്ടർ ഫ്രണ്ട് അപ്പാർട്ട്മെൻറ്റ് മാത്രം പണിയുന്ന ബിൽഡറാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത്ര നമ്പേഴ്സ് ചെയ്യാനും സാധിക്കില്ല, ഇത്ര ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ പലരുടെയും വ്യത്യസ്തങ്ങളും വൈവിധ്യങ്ങളുമായിട്ടുള്ള നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന പല റേഞ്ചിലുള്ള പ്രോജക്ട്സ് കൊടുക്കുന്നൊരു ബൊക്കെയാണ് അസറ്റ് ഹോംസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു 45 ലക്ഷം രൂപ മുതൽ 4 കോടി രൂപ വരെയുള്ള പ്രൊഡക്റ്റുകൾ നമ്മുടെ കയ്യിലുണ്ട്. അത് വിവിധ റേഞ്ചിലുള്ള പ്രൊഡക്റ്റ് ഉണ്ട്. ഞങ്ങളിപ്പോൾ ഒരു ലൈഫ് സൈക്കിൾ ബിൽഡർ എന്നാണ് ഞങ്ങൾ അസറ്റ് ഹോംസിനെ ബ്രാൻഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ലൈഫ് സൈക്കിൾ ബിൽഡർ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഒരു ഭവന ആവശ്യം യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് ഇപ്പോൾ 17 വയസ്സ് കഴിയുമ്പോൾ, അതായത് ഒരു +2 കഴിയുമ്പോൾ അല്ലെങ്കിൽ പ്രീ ഡിഗ്രി കഴിയുമ്പോൾ ആ വ്യക്തി പുറത്തേക്ക് പഠിക്കാനായിട്ട് പോകുമ്പോൾ അപ്പോഴാണ്
അദ്ദേഹം ഒറ്റയ്ക്ക് താമസിക്കാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ പണ്ടൊക്കെ നമ്മൾ ഹോസ്റ്റലിൽ പോകുന്നത് വലിയ ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾ ഹോസ്റ്റൽ ലൈഫ് എങ്ങനെയാണ് അഭിമുഖീകരിക്കുന്നത് എന്നുള്ളൊരു സോഷ്യൽ ഇഷ്യൂ ഉണ്ട്. അതായത് ദേ മേ നോട്ട് ബി ഏബിൾ ടു ഷെയർ റൂം വിത്ത് അനദർ പേഴ്സൺ. അവരുടെ ഒരു പ്രൈവസിയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാം. ചിലപ്പോൾ പക്ഷേ അവരുടെ സെക്യൂരിറ്റിയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. നല്ല ടോയ്ലറ്റുകളുടെ അഭാവം ഉണ്ടാവാം. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു സോഷ്യൽ നീഡായിട്ട് വരികയാണ്. അവിടെയാണ് അസറ്റ് ഹോംസിന് ആദ്യത്തെ കാറ്റഗറി ഓഫ് പ്രൊഡക്റ്റ് വരുന്നത്. അതിന് ഞങ്ങൾ സെൽഫി എന്നാണ് പേരിട്ടിരിക്കുന്നത്. സിംഗുലാർ ലിവിംഗ് ആണ് അതിൻ്റെ അർത്ഥം. സിംഗുലാർ ലിവിംഗ് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് ഇത്തരം ആൾക്കാരുണ്ട്. അത് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസിന്, ബാച്ചിലേഴ്സിന്, അല്ലെങ്കിൽ യങ് ടെക്കീസിന്, ഇങ്ങനെയുള്ള ആൾക്കാർക്ക്, പ്രത്യേകിച്ച് വർക്കിംഗ് വിമൻ, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടും ഒപ്പം തന്നെ പ്രൈവസിയോട് കൂടിയും താമസിക്കാൻ കഴിയുന്ന 96 സ്ക്വയർ ഫീറ്റിൻ്റെ ഫ്ലാറ്റുകൾ ഞങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. അത് കൊച്ചി ഡിസൈൻ വീക്കിൻ്റെ പ്രോഗ്രാമിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ഡിസൈനുള്ള അവാർഡ് കിട്ടിയ ഫ്ലാറ്റാണ്. 96 സ്ക്വയർ ഫീറ്റുള്ള ചെറിയ അപ്പാർട്ട്മെന്റാണ്. അതായത് ഇപ്പൊ ഇവിടുന്ന് കുറെ കുട്ടികളൊക്കെ നാട്ടിലേക്ക് പഠിക്കാൻ പോകാറുണ്ട്. അവർക്കെല്ലാം പറ്റിയ ഇതിപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിൽ ഞങ്ങൾ ഈ പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. 96 സ്ക്വയർ ഫീറ്റിൻ്റെ ഫ്ലാറ്റുകൾ ചെയ്യുന്നുണ്ട്. 96 സ്ക്വയർ ഫീറ്റ് അതെല്ലാം ഉണ്ട്. അതിന് ചെറിയ കിച്ചൺ ഉണ്ട്, ഇൻസൈഡ് ടോയ്ലറ്റ് ഉണ്ട്, ബെഡുണ്ട്. ആ ബെഡ് റിമോട്ട് കൺട്രോളാണ്. ഫോൾഡ് കഴിഞ്ഞാൽ ദാറ്റ് ഏരിയ ക്യാൻ ബി യൂസ്ഡ് ആസ് സ്റ്റഡി റൂം അല്ലെങ്കിൽ ഒരു ഡ്രോയിങ് റൂമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അത്തരം പ്രോജക്റ്റുകളാണ് ഞങ്ങളുടെ ആദ്യത്തെ കാറ്റഗറി. അതിനൊരു പ്രൈസിങ് ഏകദേശം എത്രയായിരിക്കും? ഏകദേശം 20 lakhs-നാണ് ഞങ്ങൾ തിരുവനന്തപുരത്തെ പ്രോജക്റ്റിലെ ഫ്ലാറ്റുകൾ ഞങ്ങൾ വിറ്റ് തീർത്തത്. 96. പക്ഷേ അതിന് സ്ക്വയർ ഫീറ്റ് റേറ്റ് സ്വല്പം കൂടുതലായിരിക്കും. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ ആ പ്രൊജക്റ്റിനകത്തേക്ക് വരുന്ന ഒരാൾ ഒന്നും കൊണ്ടുവരണ്ട, ഇൻക്ലൂഡിങ് അവർക്കുള്ള സൂട്ട് കേസ് അടക്കം നമ്മൾ കൊടുക്കും. ആ സൂട്ട് കേസ് അവിടെ ഫിറ്റ് ആവുള്ളൂ. നമ്മൾ വേറെ സൂട്ട് കേസ് മേടിച്ചോണ്ട് വയ്ക്കാൻ പറ്റില്ല. ഡ്രസ്സ് മാത്രം കൊണ്ടുവന്നാൽ മതി. ഈവൻ കീ പോലും ഇല്ല. യു ക്യാൻ യൂസ് യുവർ ഫിംഗർ ആൻഡ് ബയോമെട്രിക് ആക്സസ്. അതാണ് ആ പ്രോജക്റ്റ്. സെക്കൻഡ് കാറ്റഗറി ഞങ്ങൾ അഫോർഡബിൾ ഹൗസിംഗ് പ്രോജക്റ്റുകളാണ്. അഫോർഡബിൾ ഹൗസിംഗ് പ്രോജക്റ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അഫോർഡബിലിറ്റി എല്ലാ ആസ്പെക്റ്റിലും ഉണ്ടാവണം. പ്രോജക്റ്റിൻ്റെ പ്രൈസിൽ അഫോർഡബിലിറ്റി ഉണ്ടാവണം. ഗവൺമെൻറ് അനുശാസിക്കുന്ന നിയമങ്ങൾക്കുള്ളിൽ നിന്നുള്ള ഏരിയ ആണെങ്കിൽ മാത്രമേ നമുക്ക് GST ബെനിഫിറ്റും അല്ലെങ്കിൽ റെക്കറിംഗ് ആയിട്ടുള്ള ടാക്സ് ബെനിഫിറ്റും എല്ലാം കിട്ടുള്ളൂ. അപ്പോൾ അതെല്ലാം ഇതിനകത്ത് കവേർഡ് ആയിരിക്കണം. അപ്പോൾ ഒരു 360 ഡിഗ്രി അഫോർഡബിലിറ്റി, മെയിൻ്റനൻസിനകത്ത് അഫോർഡബിലിറ്റി ഉണ്ടാവണം. വില കുറഞ്ഞൊരു ഫ്ലാറ്റ് കൊടുത്ത് നാളെ മെയിൻ്റനൻസ് കൂടിക്കഴിഞ്ഞാൽ അതിൽ ബി എ പ്രോബ്ലം. സോ മെയിൻ്റനൻസ് അഫോർഡ്, അങ്ങനെ 360 ഡിഗ്രി അഫോർഡബിലിറ്റി കൊടുക്കുന്ന അസറ്റ് ഹോംസിൻ്റെ നെക്സ്റ്റ് കാറ്റഗറി പ്രൊഡക്റ്റാണ് ഡൗൺ ടു എർത്ത് എന്ന് പറയുന്ന കാറ്റഗറി ആണ് ഞങ്ങളുടെ സെക്കൻഡ്. അപ്പോൾ സെൽഫിക്ക് ശേഷം ഡൗൺ ടു എർത്ത് ആണ്. തേർഡ് കാറ്റഗറിയാണ് നമ്മൾ പ്രോമിനൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഞങ്ങളുടെ എക്സോട്ടിക്ക സീരീസ് ഓഫ് പ്രോജക്ട്സ്. അതാണ് ഏറ്റവും സൂപ്പർ ലക്ഷറി പ്രീമിയം ഫെസിലിറ്റീസ് എല്ലാം കൊടുക്കുന്ന പ്രോജക്റ്റ്. ഇപ്പോൾ എറണാകുളത്ത് ജവഹർ നഗറിൽ ഏറ്റവും പ്രൈമായിട്ടുള്ള ലൊക്കേഷൻ ജവഹർ നഗറിൽ അസറ്റ് ഹോംസും കാസിനോ ഗ്രൂപ്പും കൂടെ ചേർന്നിട്ട്, കാസിനോ ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് എല്ലാവർക്കും അറിയാമല്ലോ, കാസിനോ ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസും കൂടെ ചേർന്നിട്ട് ചെയ്യുന്ന പ്രോജക്റ്റിനകത്ത് ആ പ്രോജക്റ്റിൻ്റെ നിർവഹണ പൂർത്തീകരണത്തിന് ശേഷമുള്ള മെയിൻ്റനൻസ്, ഇൻക്ലൂഡിങ് നിങ്ങളുടെ വീടിനകത്തുള്ള മെയിൻ്റനൻസ് അടക്കം, ലൈക്ക് നമ്മുടെ ദിവസമുള്ള ക്ലീനിങ്, ടോയ്ലറ്റ് മേക്കിംഗ്, ബെഡ് മേക്കിംഗ്, ഈ കാര്യങ്ങളടക്കം കാസിനോ പോലത്തെ ഒരു വെരി പ്രൊഫഷണലി മാനേജായിട്ടുള്ള ഹോട്ടൽ ഗ്രൂപ്പിൻ്റെ സേവനം കൂടി ലഭ്യമാകുന്ന രീതിയിലുള്ള പ്രോജക്റ്റ് ഞങ്ങളിപ്പോൾ ഒരു എന്താ പറയുക ഫുള്ളി സർവീസ്ഡ് ആയിട്ടുള്ള പ്രോജക്റ്റ് കൂടി ഞങ്ങളിപ്പോൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അതെല്ലാം ഒരു നേരത്തെ പറഞ്ഞില്ലേ എക്സോട്ടിക്ക സീരീസിൻ്റെ ടോപ്പ് എന്നാണ്. ഒരു 15,000-20,000 രൂപ സ്ക്വയർ ഫീറ്റ് വില വരുന്ന പ്രോജക്റ്റുകളാണ് അതെല്ലാം. അപ്പോൾ അത്തരം കാറ്റഗറി പ്രോജക്റ്റാണ് ഞങ്ങളുടെ എക്സോട്ടിക്ക സീരീസ് എന്ന് പറയുന്നത്. ലാസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് അതാണ് ഏറ്റവും നീഡ് ഓഫ് ദ അവർ ആക്ച്വലി കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം. അതിപ്പോൾ സീനിയർ ലിവിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സീനിയർ ലിവിംഗ് എന്ന് പറയുമ്പോൾ സീനിയർ ലിവിങ്ങിനെ തന്നെ പല ഘട്ടങ്ങളുണ്ട്. സീനിയർ ലിവിംഗ് ഉണ്ട്, ഒരു എൽഡർ ഫ്രണ്ട്ലി ഹോം ഉണ്ട്, അവിടെയാണ് ഓരോ പ്രായ ആൾക്കാർ എൻ്റർ ചെയ്യുന്നത്. ആക്ച്വലി അടുത്ത ലെവലിലാണ് സീനിയർ ലിവിങ്ങും ഓൾഡ് ഏജ് ഹോമും അസിസ്റ്റഡ് ലിവിംഗ് ഒക്കെ ആയിട്ട് മാറുന്നത്. അതൊരു മാറ്റമാണ്. അതായത് ഒരാളൊരു 60 വയസ്സ് മുതൽ 90 വയസ്സ് വരെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ 80 വയസ്സായി കഴിയുമ്പോഴാണ് ഈ അസിസ്റ്റഡ് ലിവിംഗ് ആവശ്യമായിട്ട്. ആ സമയത്ത് നമുക്ക് വീടിനെ മാറ്റാൻ സാധിക്കില്ല. അപ്പോൾ ആ സമയത്ത് വീട് സ്വയം മാറണം. അപ്പം അങ്ങനെ മാറുന്ന രീതിയിലുള്ള ഭവനമാണ് പെർക്കിൻസ് ഈസ്മാനെ പോലുള്ള അന്താരാഷ്ട്ര പ്രശസ്തരായിട്ടുള്ള ഇത്തരം സീനിയർ ലിവിംഗ് രംഗത്ത് ഏറ്റവും എന്താ പറയുക എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ട് അസറ്റ് ഹോംസും കൊളംബിയ പസഫിക്കും കൂടെ ചേർന്ന് നിർമ്മിക്കുന്ന കേരളത്തിലെ സീനിയർ ലിവിംഗ് ഹോമുകൾ. ഇത് ഞങ്ങളിപ്പോൾ കോട്ടയത്തും കൊച്ചിയിലും 2 പ്രോജക്റ്റുകൾ ഈ ഓണത്തോടു കൂടിയിട്ട് നിർമ്മാണം ആരംഭിക്കുകയാണ്. അതിൽ കൊളംബിയ പസഫിക് എന്ന് പറയുന്ന പ്രത്യേകം പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ലോകത്ത് ആദ്യമായിട്ട് സീനിയർ ലിവിംഗ് കോൺസെപ്റ്റ് കൊണ്ടുവന്നത് കൊളംബിയ പസഫിക്കാണ്. സിയാറ്റിൽ ബേസ്ഡ് ആയിട്ടുള്ള അമേരിക്കൻ കമ്പനിയാണ് കൊളംബിയ പസഫിക്. അവർ ഇന്ത്യയിൽ ഇപ്പോൾ ഓപ്പറേഷൻസ് തുടങ്ങിയിട്ടുണ്ട്. ബാംഗ്ലൂരും ചെന്നൈയിലും പൂനെയിലും കൊളംബിയ പസഫിക്കിൻ്റെ സീനിയർ ലിവിംഗ് ഭവനങ്ങളുണ്ട്.
അപ്പൊ എന്തായിരിക്കും ഇതിന്റെ പ്രത്യേകത സീനിയർ ലിവിംഗ് എന്ന് സീനിയർ പറയുമ്പോൾ? ലിവിങ്ങിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സീനിയർ ലിവിങ്ങിന് 2 ഘടകങ്ങളുണ്ട്. ഒന്ന് അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് പറഞ്ഞ സമയത്ത് നിർമ്മാണം പൂർത്തിയാക്കുക എന്നുള്ളതാണ്. കാരണം ഒരു ബിൽഡർ പ്രോജക്റ്റ് പറഞ്ഞ സമയത്ത് പൂർത്തീകരിക്കാണ്ട് നീട്ടിക്കൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ സീനിയർ ലിവിങ്ങിന്റെ പ്രസക്തി നഷ്ടമായി പോകും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൽഡർ ഫ്രണ്ട്ലി ചിലപ്പോൾ ഒരു അസിസ്റ്റന്റ് ലിവിങ്ങിലേക്ക് ആളെത്തി പോകും, അപ്പോഴേക്കും ചില ഫ്ലാറ്റ് വരും. അപ്പോൾ അസറ്റ് ഹോംസിന്റെ പ്രോമിസ് പറഞ്ഞ സമയത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിച്ച് കൊടുക്കും. അതിനകത്ത് ടെക്നോളജി, അതിനകത്ത് ആർക്കിടെക്ചർ, അതിനകത്ത് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്, അതെല്ലാം അതിന്റെ സ്പെസിഫിക്കേഷൻസ്, ഇതെല്ലാം ഒരു സീനിയർ ഫ്രണ്ട്ലി ആയിരിക്കും. ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ആർക്കിടെക്ചറാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ആന്റി സ്ലിപ്പറി ആയിട്ടുള്ള ടൈലുകൾ വേണം, ഗ്രാബ് റെയിൽസ് വേണം, ഡോറിന് വിട്ടുകൾ കൂടുതൽ വേണം, ടോയ്ലറ്റിന് 2 ഡോർ വേണം ആക്ച്വലി. കാരണം വീൽ ചെയർ എൻട്രി ആൻഡ് ഔട്ട് വേണം, കോറിഡോറുകൾക്ക് വലിയ വീതി വേണം. അങ്ങനെ ഒരുപാട് ഷാർപ്പ് അഡ്ജസ്റ്റ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ട് വേണം ഒരു സീനിയർ ലിവിങ്ങിന്റെ പ്ലാനിങ്ങും ആർക്കിടെക്ചറും ചെയ്യാനായിട്ട്. രണ്ടാമത്തെ ഘട്ടം അതിന്റെ സർവീസാണ്. ഈ സീനിയർ ലിവിങ്ങിന്റെ സർവീസ് പറഞ്ഞാൽ ഹോട്ടൽ നടത്തി പരിചയമുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ നമുക്കൊരു പാഷൻ ഉണ്ടായിട്ട് മാത്രം നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. പ്രൊഫഷണൽ ആയിട്ടുള്ള സിസ്റ്റംസ് ഉണ്ടാവണം, നല്ല ഹോസ്പിറ്റലായിട്ടുള്ള ടൈപ്പ് ഉണ്ടാവണം. ഒരാൾക്കൊരു നെഞ്ചുവേദന വന്നു കഴിഞ്ഞാൽ ചുറ്റും ആൾക്കാർ കൂടി നിന്നിട്ട് ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് ഡിസ്കസ് ചെയ്യുകയും കാറിൽ കൊണ്ടുപോകണം, ആംബുലൻസിൽ കൊണ്ടുപോകണമെന്ന് ആലോചിക്കുകയും ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ദാറ്റ് സിസ്റ്റം വിൽ നോട്ട് വർക്ക്. അപ്പോൾ അതിനൊരു കറക്റ്റ് ഒരു പ്രോസസ് ഉണ്ടാവണം. ദ മൊമെന്റ് സംബഡി ഫീൽ സിക്ക്, എങ്ങനെ അദ്ദേഹത്തെ ഏറ്റവും പെട്ടെന്ന് ഏറ്റവും അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഡാറ്റ മുതൽ, ഹെൽത്ത് ഡാറ്റ മുതൽ ആ ഹോസ്പിറ്റലിൽ ഉണ്ടാവണം. ഒരു ഫോൺ പിക്ക് ചെയ്യുന്ന നിമിഷത്തിൽ ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റിയിൽ ഇദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യപ്പെടണം. അപ്പം അങ്ങനെ വളരെ സോഫിസ്റ്റിക്കേറ്റഡ്, വളരെ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള, വളരെ സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള വേൾഡിലെ നമ്പർ 1 ഗ്രൂപ്പായിട്ടുള്ള കൊളംബിയ പസഫിക്കിനെ പോലത്തെ ഒരു കമ്പനിയെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആത്മസംതൃപ്തി നൽകുന്ന കാര്യമാണ്. ഈ പ്രോജക്ട്സ് എവിടേക്കുള്ളത്? ഈ പ്രോജക്റ്റ് കോട്ടയത്തും കൊച്ചിയിലുമാണ് ഞങ്ങളിപ്പോൾ ആരംഭിക്കാനായിട്ട് പോകുന്നത്. തിരുവനന്തപുരത്തും കോഴിക്കോടും ഉടനെ തന്നെ ലാൻഡ് ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്, അതിന്റെ പ്ലാനിങ് സ്റ്റേജിലാണ്. അതും നമ്മൾ തുടങ്ങുന്നുണ്ട്. ഇങ്ങനെ 4 കാറ്റഗറിയിലുള്ള ആൾക്കാർ, അതായത് ഒരാളുടെ ജീവിതത്തിൽ അച്ഛനമ്മമാരെ വേർവിട്ട് ഒരാളൊരു പുറത്തേക്ക് ഇറങ്ങുന്ന ദിവസം മുതൽ സീനിയർ ലിവിങ് സ്റ്റേജിലെത്തുന്ന അല്ലെങ്കിൽ അസിസ്റ്റന്റ് ലിവിങ് സ്റ്റേജിലെത്തുന്ന സമയം വരെയുള്ള അവരുടെ വൈവിധ്യങ്ങളായിട്ടുള്ള ആവശ്യങ്ങളെ കാറ്റർ ചെയ്യാനായിട്ടുള്ള 4 ടൈപ്പ് പ്രൊഡക്റ്റുകൾ അസറ്റ് ഹോംസിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അസറ്റ് ഹോംസ് ലൈഫ് സൈക്കിൾ ബിൽഡർ എന്നുള്ള പേര്, അല്ലെങ്കിൽ അങ്ങനെ ലൈഫ് സൈക്കിൾ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അതാണ് ഞങ്ങൾ അങ്ങനെ ബ്രാൻഡ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നത്. സർ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇവിടെയുള്ള പ്രവാസികൾ, ഇപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ പേരൻസ് നാട്ടിലാണ്, അവർ ഒറ്റയ്ക്കാണ്. ഇപ്പോൾ സാറ് പറഞ്ഞ ഈ ഒരു സീനിയർ ലിവിങ് കോൺസെപ്റ്റ് അവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം പേരൻസിൻ്റെ ഹെൽത്തിനെ കുറിച്ച് നമ്മളെപ്പോഴും കൺസേൺഡ് ആണ്. വീടുകൾ മാറില്ല സാറ് പറഞ്ഞ പോലെ. അപ്പം ഈ മാറിയിട്ടുള്ള വീടുകൾ, അതിൻ്റെ ഏകദേശം ഒരു കോസ്റ്റിംഗ് എത്ര വരുന്നുണ്ടായിരിക്കും? ഐ എം ഷുവർ ലോട്ട് ഓഫ് പീപ്പിൾ ആർ ലിസ്ണിംഗ് ഹുഡ് ബി ഇൻട്രസ്റ്റഡ്. ഏതാ ഈ നമ്മുടെ സീനിയർ ലിവിംഗ് ആണ് ചോദിച്ചത്. സീനിയർ ലിവിംഗിൽ ഞങ്ങളുടെ കോസ്റ്റ് വരുന്നത് 55 ലക്ഷം രൂപ മുതൽ 85 ലാക്സ് വരെയുള്ള ഡിഫറെന്റ് ടൈപ്പാണ്. ഇത് ഈ പ്രോജക്റ്റൊക്കെ പ്രത്യേകം ചെയ്യുന്ന ഇതൊരു സ്ക്വയർ ഫീറ്റ് അല്ലത്, ഇതൊരു സ്ക്വയർ ഇഞ്ച് ഡിസൈനാണ്. 1 ഇഞ്ച് പോലും നമ്മൾ വേസ്റ്റ് ആകൂല. മനസ്സിലായില്ലേ? ഓരോ സാധനം വയ്ക്കാനുള്ള സ്പെസിഫിക് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ഇതിനകത്ത് ഒരുപാട്, ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ആർക്കിടെക്ചർ തന്നെ ടോട്ടലി ഡിഫറെൻറ്റാണ്. അതായത് ഒരാളൊരു വീടിന് മുമ്പിലേക്ക് നടന്നു വരുമ്പോൾ, ഒരു സാധാരണ ഫ്ലാറ്റ് മേടിച്ചാണെങ്കിൽ ആ വീടിൻ്റെ ഡോറ് കാണുമ്പോൾ അല്ലെങ്കിൽ ആ ഡോറിന് മുമ്പിലെ നമ്പർ കാണുമ്പോൾ ഹി നോസ് ദാറ്റ് ഇറ്റ് ഈസ് ഹിസ് ഹൗസ്. മനസ്സിലായില്ലേ? ഈ നിങ്ങൾ പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ ഒരു മെമ്മറി ടാഗ് എന്നുള്ള സംഭവമുണ്ട്. മെമ്മറി ടാഗ് എന്ന് വെച്ചാൽ നമുക്ക് ഈ പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ പക്ഷേ നമ്മളുടെ വീട് അതൊന്നും മനസ്സിലാവില്ല. നിങ്ങളൊരു കോറിഡോറിൽ വന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു 10 ഡോർ കാണുമ്പോൾ 909 ആണോ 910 ആണോ 908 ആണോ എൻ്റെ വീടെന്ന് ചിലപ്പോൾ ഒരു പക്ഷേ ആ സെക്കൻഡിൽ നമുക്ക് തോന്നില്ല. അപ്പോൾ തിരിച്ചറിയാനായിട്ട് എല്ലാ വീടിൻ്റെ ഡോറിനോടും ചേർന്നിട്ട് വി കീപ്പ് എ മെമ്മറി ടാഗ്. ദർ യു ക്യാൻ കീപ് സംതിങ്, എന്തെങ്കിലും ഒരു സാധനം വയ്ക്കാം. ചിലപ്പോൾ പക്ഷേ ഒരു ഭക്തിപൂർവ്വം ചില ആൾക്കാർ കുരിശായിരിക്കും വെച്ചിട്ടുണ്ടാവുക, ചില ആൾക്കാർ ഒരു ഭഗവത്ഗീത ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക, ചില ആൾക്കാർ ഒരു പട്ടിക്കുട്ടിയുടെ പടമായിരിക്കും. അതാണ് അവരെ കണക്ട് ചെയ്യുന്നത്. അത് 80 ഞാൻ ഈ പെർക്കിൻസീസ്മാനെ പോലുള്ള ഒരു ആർക്കിടെക്റ്റിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ആൾക്കാരുടെ നമ്മളൊക്കെ തന്നെ പ്രായം, നമ്മുടെ സൈക്കോളജി അത് തന്നെ മാറുകയാണ്. അപ്പോൾ നമ്മുടെ മെമ്മറി മാറിപ്പോകണം, നമുക്ക് നമ്മുടെ റീകളക്ഷൻ പവേഴ്സ് മാറിപ്പോകണം. അപ്പോൾ നമ്മുടെ വീട് ഏതാണെന്ന് അറിയാൻ പോലും ചിലപ്പോൾ ഒരു പക്ഷേ യൂണിയുടെ ഓൾട്ടർനേറ്റ് തിങ്, അല്ലെങ്കിൽ നിങ്ങൾ വീട് മാറിപ്പോവും. മാറിപ്പോകുന്ന ചില അസുഖമൊന്നുമല്ല, സെക്കൻഡ് ആ സമയത്ത് ചിലവോളം വിട്ടു. അപ്പോൾ അത്രപൂർവ്വം ശ്രദ്ധാപൂർവമായിട്ടാണ് ഞങ്ങൾ ഇതിന്റെ ആർക്കിടെക്ചറിലേക്ക് കടന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ നമ്മുടെ നാട്ടിൽ പറയുന്ന സീനിയർ ലിവിംഗ് ഹോമുകളിൽ നിന്നൊക്കെ വളരെ വളരെ വ്യത്യസ്തമാണ് ഇന്നത്തെ കാലത്ത് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജി സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള പുറത്തെ രാജ്യങ്ങളിലെ സീനിയർ ലിവിംഗ്. അതേ സംവിധാനമാണ് ഞങ്ങൾ കേരളത്തിൽ കൊണ്ടുവരാനായിട്ട്. അതുകൊണ്ട് തന്നെ ഈ വീടുകളൊന്നും വലിയ വീടുകളല്ല. അതായത് ഒരാൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സീനിയർ ലിവിങ്ങിന് ഞങ്ങൾ 315 സ്ക്വയർ ഫീറ്റ് കൊടുക്കുന്നുള്ളൂ. പക്ഷേ അതിൽ ഒരു സ്ക്വയർ ഇഞ്ച് പോലും ഞങ്ങൾ വേസ്റ്റ് ആക്കി ഉണ്ടാവില്ല, ഇൻക്ലൂഡിങ് അവരുടെ ബെഡിൽ നിന്ന് തന്നെ നേരെ അവർക്ക് സൂം കോൾ ചെയ്യാം. യു ക്യാൻ സീ എ സ്ക്രീൻ ഓൺ ദി
റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദം. അതിൽ മക്കൾക്ക് വരാം, സംസാരിക്കാം. ഒരു പ്രൊജക്റ്റ് പണിത് ഹാൻഡ് ഓവർ ചെയ്യുന്നതിനപ്പുറത്ത് കൊളംബിയ പസഫിക് പോലുള്ള കമ്പനികൾ ചെയ്യുന്ന വളരെ ഇന്നോവേറ്റീവായിട്ടുള്ള ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. ദർ ഇസ് എ പ്രോഗ്രാം കോൾ, താമസിക്കുന്നവർക്ക് വേണ്ട ഒരു പ്രോഗ്രാമിൻ്റെ പേരാണ് പേരൻറ്റ് യുവർ പേരൻ്റ് എന്നുള്ളത്. മസ്റ്റായിട്ട് അവിടെ താമസിക്കുന്ന പേരൻസിൻ്റെ കുട്ടികൾ അച്ഛനോടും അമ്മയോടും ഒരാഴ്ചയിൽ ഇത്ര സമയം സമ്മതിക്കുന്നുണ്ടെന്ന് ഉറപ്പിക്കാൻ കൂടി കൊളംബിയ പസഫിക് ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെയാണ് ആ കണക്റ്റ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതൊരു ഒരു ഒരു എന്ത് പ്രോജക്റ്റാണെന്ന് ചോദിച്ചാൽ ഇതൊരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ക്രിയേഷനോ അല്ലെങ്കിൽ ഒരു സർവീസ് ആണെന്നോ ഒന്നും അല്ല പറയാൻ പറ്റുന്നത്. ഇറ്റ്സ് എ ഫാമിലി അഫെയർ ആക്ച്വലി. അതായത് കൊളംബിയ പസഫിക് നിങ്ങളുടെ കുടുംബത്തിനെ കൂട്ടിയോജിപ്പിക്കുകയാണ്. അതായത് 2 സ്ഥലങ്ങളിലായി പോയ ഒരു കുടുംബത്തിലെ ആൾക്കാരെ ഒന്നിപ്പിക്കാനായിട്ടുള്ള ഒരു മാർഗ്ഗമാണ് കൊളംബിയ പസഫിക്. അപ്പോൾ ഈ കൊളംബിയ പസഫിക്കിനെ കേരളത്തിൽ കൊണ്ടുവരാൻ തന്നെ ഞങ്ങൾ കാരണം കാനഡയിലും അമേരിക്കയിലൊക്കെ ഉള്ള അവരുടെ സീനിയർ ലിവിംഗ് ഹോംസ് ഞാൻ പോയി കണ്ടപ്പോൾ സത്യത്തിൽ എനിക്കും പ്രായകൊള്ളാൻ തോന്നി. ആ സർവീസാണ്. അപ്പോൾ അത്തരം ഒരു സർവീസ് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാമെന്നുള്ളൊരു വലിയ ആഗ്രഹത്തിൻ്റെ പ്രതിഫലനം കൂടിയാണ് ഞങ്ങളുടെ സീനിയർ ലിവിംഗ് ഹോമുകൾ. ഡെഫിനറ്റ്ലി ഒരു ഗംഭീര ഇനിഷ്യേറ്റീവ് ആണ്. നമ്മൾ റീസെൻ്റ്ലി റേഡിയോയിൽ സംസാരിച്ചതേ ഉള്ളൂ, കേരളത്തിന് വയസ്സായവരുടെ എണ്ണം കേരളത്തിൽ വല്ലാണ്ട് കൂടുന്നു കമ്പാരിറ്റീവ്ലി യൂത്തിനെക്കാളും എന്നുള്ളത്. നമുക്ക് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് പ്രവാസികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ചലഞ്ച് എന്ന് പറയുന്നത് നമുക്ക് സമയമില്ല എന്നുള്ളതാണ്. വളരെ കുറച്ച് ഒരു മാസം അല്ലെങ്കിൽ അങ്ങനെ ആഴ്ചകളൊക്കെ വന്ന് പോകുന്ന ആളുകളാണ് പല ആളുകളും. ആ സമയത്തിനകത്ത് നാട്ടിലൊരു പ്രോപ്പർട്ടി കാണാൻ അല്ലെങ്കിൽ വീടുമായി ബന്ധപ്പെട്ട ഡിസിഷൻ എടുക്കാനൊക്കെ അവർക്ക് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു ടിപ്പ് പോലെ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ശരിക്കും? ഈ 2000-ലൊക്കെ നമ്മൾ ഇത്തരം പ്രോജക്റ്റുകൾ ചെയ്യുന്ന സമയത്ത് ഈ വളരെ ഫാക്റ്റായിട്ടുള്ളതാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു ഞങ്ങൾ കോവിഡ് സമയത്ത് എത്രയോ അധികം ഫ്ലൈറ്റുകൾ ഞങ്ങൾ വിറ്റു എന്നറിയാമോ. ആ സമയത്ത് ആർക്കും ട്രാവൽ ചെയ്യാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാവർക്കും സമയമുണ്ടായിരുന്നു, എല്ലാവർക്കും വീടിനെ കുറിച്ച് ആലോചിക്കാൻ സമയമുണ്ടായിരുന്നു. അപ്പോൾ പൊതുവെ എല്ലാവരും ചോദിച്ചു ഇപ്പോൾ ട്രാവൽ നടക്കില്ല, ഫ്ലൈറ്റ് ഇല്ല, കസ്റ്റമേഴ്സ് വരില്ല, സോ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു സെൽ എന്ന് കരുതിയപ്പോൾ വളരെ ഇന്നോവേറ്റീവായിട്ട് ഞങ്ങൾ സൂം കോളിലൂടെ ഫ്ലൈറ്റുകൾ വിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു സൈറ്റ് വിസിറ്റ്സ് നമ്മൾ സൂമിലൂടെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തെങ്ങനെ വെച്ചാൽ നമ്മുടെ ഈ ഹെൽമെറ്റ് ഈ സൈറ്റിൽ യൂസ് ചെയ്യുന്ന ഹെൽമെറ്റിന്റെ മുമ്പിൽ ക്യാമറ വയ്ക്കാം. അപ്പോൾ ഈ ക്യാമറ ആയിട്ട് ഒരാൾ ഒരു നോർമൽ സൈറ്റ് യൂസ് നടത്തിയാൽ വാട്ട് എവർ ഹീ സീസ് കസ്റ്റമർക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഇന്ന് ടെക്നോളജി വളരെ അപ്ഡേറ്റഡ് ആണ്, എല്ലാ ഡാറ്റ അവൈലബിൾ ആണ്. ഇതിനേക്കാളും എല്ലാം ഉപരിയായിട്ടുള്ള കാര്യം റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ ഉത്ഭവമാണ് കേരളത്തിൽ. എന്നാൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി ഉണ്ട്. കേരളത്തിൽ വളരെ എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി ഉണ്ട്. റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്യാത്ത പ്രോജക്റ്റുകൾ വാങ്ങിക്കാതിരിക്കുക, ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ വെബ്സൈറ്റുകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുക. റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ വെബ്സൈറ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഏതെല്ലാം ബിൽഡർമാർ കുഴപ്പമുണ്ടാക്കുന്നുണ്ട്, ഏതെല്ലാം ബിൽഡർമാർ സമയത്തിന് ഹാൻഡ് ഓവർ ചെയ്യാതിരിക്കുന്നുണ്ട്, ഏതെല്ലാം ബിൽഡർമാർക്കെതിരായിട്ട് വിധികൾ വരുന്നുണ്ട്, ഏതെല്ലാം ബിൽഡേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യാം, ആർക്കാണ് കൂടുതൽ പ്രോജക്റ്റുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്, ഇതെല്ലാം തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി യഥാർത്ഥത്തിൽ ഈ മേഖലയിലെ റെഗുലേറ്റിംഗ് അതോറിറ്റി മാത്രമല്ല, മറിച്ച് ഈ മേഖല ഡെവലപ്പ് ചെയ്യാൻ കൂടി സഹായിക്കുന്ന ഒരു ഗവൺമെൻറ് ഏജൻസിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് വളരെ അഭിമാനത്തോടെ പറയാവുന്ന കാര്യമെന്ന് പറയുന്നത് 55-ലധികം പ്രോജക്റ്റുകളാണ് റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ അപ്രൂവൽ അസറ്റ് ഹോംസിനുള്ളത്. കേരളത്തിൽ ഏറ്റവും അധികം പ്രോജക്റ്റുകൾ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ അപ്രൂവൽ വാങ്ങിച്ച് ലോഞ്ച് ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്ന അസറ്റ് ഹോംസിനാണ്. വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അത്തരം അപ്രൂവൽസ് കിട്ടിയുന്ന ഒരുപാട് പ്രോജക്റ്റുകളുണ്ട്. ആ പ്രോജക്റ്റുകളെല്ലാം ഇപ്പോൾ നമ്മുടെ മാതൃഭൂമിയുടെ ഈ എക്സ്പോയിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റെഗുലേറ്ററി അതോറിറ്റിയുടെ നിയമങ്ങൾക്കനുസൃതമായിട്ട് അവരുടെ ചട്ടക്കൂടുകളിലുള്ള ഒതുങ്ങുന്നതുകൊണ്ട് കൃത്യമായിട്ട് പ്രോജക്റ്റുകൾ ഹാൻഡ് ഓവർ ചെയ്യുന്ന ബിൽഡർമാരെയും പ്രോജക്റ്റുകളെയും മനസ്സിലാക്കാനായിട്ട് ഇന്ന് വേറെ ആളെ വിളിച്ചു ചോദിക്കേണ്ട ആവശ്യമില്ല. പണ്ട് നമ്മൾ വിളിച്ചു ചോദിക്കുമല്ലോ എങ്ങനെയുണ്ട് ഈ പ്രോജക്റ്റ് എന്ന്. പക്ഷേ ഇന്ന് അതിൻ്റെ ആവശ്യമില്ല. മാത്രമല്ല ഇപ്പോൾ ടെക്നോളജി മാറിയതിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ്, ഇപ്പോൾ ഞങ്ങളുടെ വെബ്സൈറ്റിൽ പോയി, അസറ്റ് ഹോംസിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഏകദേശം 700-800 കസ്റ്റമേഴ്സിൻ്റെ ടെസ്റ്റിമോണിയുണ്ട്, വീഡിയോ ടെസ്റ്റിമോണി വിത്ത് ഫാമിലി. അവരൊന്ന് പറയുന്നതാണ് ഞങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു, എന്തുകൊണ്ടാണ് ഞങ്ങൾ അസറ്റ് ഹോംസ് സെലക്ട് ചെയ്യുന്നത് കാരണം, അത് എന്തെല്ലാമാണ് ഞങ്ങൾ ഫേസ് ചെയ്ത്. ചില കസ്റ്റമേഴ്സ് ഞങ്ങൾ ഇമ്പ്രൂവ് ചെയ്യേണ്ട മേഖലകളും പറയുന്നുണ്ട്. ചില പറയുന്നുണ്ട് ഞങ്ങൾ ഇതിനകത്ത് ചിലപ്പോൾ കസ്റ്റമൈസേഷൻ ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഞങ്ങൾക്ക് ഇന്ന ഡിഫിക്കൽറ്റി ഫീൽ ചെയ്തു എന്നൊക്കെ പറയുന്ന വളരെ ഓപ്പൺ ആയിട്ടുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ പ്ലീസ് ഡു യുവർ റിസർച്ച്. കാരണം എവറിത്തിങ് ഈസ് അവൈലബിൾ നോ. എല്ലാ ഡാറ്റയും ഇന്ന് അവൈലബിൾ ആണ്. കൺസ്യൂമർ ഫോറത്തിൻ്റെ കേസുകൾ സെർച്ച് ചെയ്യാം, കസ്റ്റമർ കംപ്ലയിൻസ് സെർച്ച് ചെയ്യാം, മൗത്ത് ഷോട്ട് പോലുള്ള കസ്റ്റമർ വോയിസ് വരുന്ന സ്ഥലങ്ങൾ സെർച്ച് ചെയ്യാം. എവിടെയെങ്കിലും ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങൾക്ക് തെറ്റിദ്ധാരണ തോന്നുന്നു അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു കമൻറ്റോ അല്ലെങ്കിൽ കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ യു യുവർ സെൽഫ് ക്യാൻ ഡിസൈഡ് വെദർ ഐ ഷുഡ് ടേക്ക് ദിസ് റിസ്ക് ആൻഡ് ഗോ വിത്ത് ദിസ് ബിൽഡർ എന്നുള്ള ചോദ്യം വരാം. പിന്നെ
പ്രവാസികളെ സംബന്ധിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് എല്ലാ പ്രവാസികളും ഞങ്ങൾ മനസ്സിലാക്കുന്നത് ദേ ആക്ച്വലി ലുക്ക് ഫോർ വാല്യൂ ഫോർ മണി. Exactly. എന്താണോ നിങ്ങൾ Appreciation മുടക്കുന്ന പണത്തിനുള്ള മൂല്യം തിരികെ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായിട്ട് നോക്കുന്നത്. അങ്ങനത്തെ ഒരു മൂല്യം തിരികെ തരാനായിട്ട് സാധിക്കുന്ന, അതായത് ഒരു കസ്റ്റമർക്ക് ഒരു പ്രൊജക്റ്റ് ചെയ്ത് കൊടുക്കുന്നതിനപ്പുറത്ത് ആ പ്രൊജക്റ്റ് ഹാൻഡ് ഓവർ ചെയ്തതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് സപ്പോർട്ട് കൊടുക്കാൻ കഴിയുന്ന, സർവീസ് കൊടുക്കാൻ സാധിക്കുന്ന അത്തരം ഒരു കസ്റ്റമർ എക്സ്പീരിയൻസ്, ഒരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനോ അല്ലെങ്കിൽ ഒരു കസ്റ്റമർ കെയറോ എന്നുള്ളതിനപ്പുറത്ത് ഒരു കസ്റ്റമർ ഡിലൈറ്റ് ആക്കാൻ കഴിയുന്ന ബിൽഡറെ കണ്ടെത്താൻ സാധിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കാര്യങ്ങൾ നമുക്ക് മാച്ച് ചെയ്യാൻ സാധിച്ചു, ഈ കാര്യങ്ങൾക്ക് നമുക്ക് ശ്രദ്ധ കൊടുക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു പ്രവാസിക്കും ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരില്ല. കാരണം അവർ സെലക്ട് ചെയ്യുന്ന അവരുടെ ഓൺ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഡാറ്റയിൽ നിന്ന് അവർ സെലക്ഷൻ തെറ്റിപ്പോവില്ല. അപ്പോൾ അതാണ് ഓരോ പ്രവാസിയും ചെയ്യേണ്ട കാര്യം. സർ, ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ. അതായത് പ്രവാസികൾ ഇപ്പോൾ ഇവിടെ താമസിക്കുന്നു, നാട്ടിൽ എന്തുകൊണ്ട് വീട് വാങ്ങിക്കണം? ഇതിന് ആപ്രിസിയേഷൻ വാല്യൂ ഉണ്ടോ? നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഹാർഡ് ഏൺ മണി അവിടെ ഇടുമ്പോൾ അല്ലെങ്കിൽ ഒരു വീട് വാങ്ങുമ്പോൾ ചിലപ്പോൾ നമുക്ക് അവിടെ താമസിക്കാൻ പറ്റുമായിരിക്കില്ല. പക്ഷെ അതിന് എന്താണ് ആപ്രിസിയേഷൻ വാല്യൂ? ഇസ് ഇറ്റ് വാല്യൂബിൾ? അതായത് ഇതൊരു വളരെ വളരെ വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റിന് വ്യക്തമായിട്ട് ഉത്തരം എന്ന് വെച്ചാൽ അപ്രീഷിയേറ്റ് മാത്രം ചെയ്യുന്ന എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഇന്ന് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നുണ്ടെങ്കിൽ അത് റിയൽ എസ്റ്റേറ്റും അല്ലെങ്കിൽ നിർമ്മാണവും മാത്രമാണ്. അതിന്റെ കാരണം 1993 ഞങ്ങൾ ആദ്യത്തെ ഫ്ലാറ്റ് എറണാകുളത്ത് കാരിക്കാമുറിയിൽ പണിയുമ്പോൾ അന്ന് ഗ്രൗണ്ട് പ്ലസ് 2 ഫ്ലോഴ്സിന്റെ പ്രോജക്റ്റ് ഞങ്ങൾ ചെയ്യുമ്പോൾ സ്ക്വയർ ഫീറ്റ് പ്രൈസ് 650 രൂപയായിരുന്നു. 650 റുപ്പീസ് പെർ സ്ക്വയർ ഫീറ്റ്. ഇന്ന് അവിടെ ഫ്ലാറ്റ് വേണമെങ്കിൽ 15,000 കൊടുക്കണം. അതുപോലെയാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. റിയൽ എസ്റ്റേറ്റിനകത്ത് അപ്രീസിയേഷനെ പറ്റിയിട്ട് യാതൊരു ഭയപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷേ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്ത് നാളെ ലാഭം വേണമെന്ന് നടക്കില്ല. അത് ചിലപ്പോൾ വേറെ ചില പ്രൊഡക്റ്റുകൾ കിട്ടുമായിരിക്കും. ഇപ്പം നിങ്ങൾ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പക്ഷേ നാളെ പെട്ടെന്ന് ഒരു അപ്രീസിയേഷൻ കിട്ടി ക്വിക്ക് മണി കിട്ടുമായിരിക്കും. പക്ഷേ റിയൽ എസ്റ്റേറ്റിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നല്ല ബ്രാൻഡിൻ്റെ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് നല്ല ലൊക്കേഷൻ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ആൻഡ് ഇഫ് യു ആർ റെഡി ടു വെയിറ്റ് ഫോർ സം ടൈം, ചെറിയൊരു സമയം നമുക്ക് വെയിറ്റ് ചെയ്യാൻ ഒരു പീരീഡ് ഉണ്ടല്ലോ, ഒരു കൺസ്ട്രക്ഷൻ പൂർത്തീകരിക്കണം, അവിടെ ആൾക്കാർ സമാധാനത്തോടെ ജീവിക്കണം. അങ്ങനെ ഒരു 4-5 കൊല്ലമോ കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി പ്രൈസ് വിൽ ബി ഹൈ. നമ്മുടെ അനുഭവം എന്ന് വെച്ചാൽ നമ്മൾ ലോഞ്ച് ചെയ്യുന്ന എല്ലാ പ്രോജക്റ്റുകളും ഇപ്പോൾ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ അത് 2.5 കൊല്ലം 3 കൊല്ലം കൊണ്ട് ഹാൻഡ് ഓവർ ചെയ്ത് കഴിയുമ്പോൾ നിയർലി 40-60% അപ്രീസിയേഷൻ ഉണ്ടാവുന്നുണ്ട്. അതൊരു വളരെ നല്ല അപ്രീസിയേഷൻ. കാരണം 15% ഇയർലി അപ്രീസിയേഷൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വെരി ഗുഡ് തിങ്. പിന്നെ പല പ്രോജക്റ്റുകളുടെയും അപ്രീസിയേഷൻ ജനറൽ ആവണമെന്നില്ല. ഒരു ഏരിയയിലെ എല്ലാ പ്രോജക്റ്റുകൾക്കും ഒരുപോലെ വില കൂടണമെന്നില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ബ്രാൻഡ്, ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡിസൈൻ, ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കമ്മ്യൂണിറ്റി യു ക്രിയേറ്റ്. അവിടെ നിന്ന് താമസിക്കുന്ന ആൾക്കാരുടെ ഒരു ഗ്രൂപ്പില്ലേ, അതുകൂടെ വേണമല്ലോ. ആ ഗ്രൂപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടോ. അപ്പൊ അത്തരം സെലക്ഷൻ പ്രോപ്പർ ആവുകയാണെങ്കിൽ അപ്രീസിയേഷൻ പറ്റിയിട്ട് ഭയപ്പെടേണ്ട യാതൊരു കാര്യമില്ല. വളരെ നല്ല അപ്രീസിയേഷൻ ഉണ്ടാവും. പലപ്പോഴും നമ്മളുള്ള ആൾക്കാർ ചോദിക്കുന്ന സമയം ഇപ്പോൾ ഫ്ലാറ്റ് മേടിക്കാൻ പറ്റിയ സമയമാണോ? ഇതാണ് എപ്പോഴും ചോദിക്കുന്ന ചോദ്യം. ഞാൻ എപ്പോഴും പറയുന്നതരം എന്നാണോ നിങ്ങൾക്ക് ഫ്ലാറ്റ് മേടിക്കണം അന്ന് മേടിക്കണം. ഇപ്പൊ തോന്നി ഇപ്പൊ മേടിക്കുക, അതാണ് റൈറ്റ് ടൈം. കാരണം നിങ്ങൾ കാത്തിരുന്നാൽ ആലോചിച്ചിരുന്നാൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, വില കൂടുകയുള്ളൂ, വില കുറയില്ല. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മൂല്യം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ടേക്ക് എ ക്വിക്ക് ആൻഡ് ഇമ്മീഡിയറ്റ് ഡിസിഷൻ ആൻഡ് ടേക്ക് വിത്ത് ദ റൈറ്റ് ബിൽഡർ ആൻഡ് റൈറ്റ് പ്രൊഡക്റ്റ്. ഇതാണ് എൻ്റെ ഒരു ബേസിക് ശാസ്ത്രം. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പ്രമാണം എന്ന് പറഞ്ഞാൽ യു കമ്മിറ്റ് ഓൺലി വാട്ട് യു ക്യാൻ ഡെലിവർ, യു ഡെലിവർ വാട്ട് യു കമ്മിറ്റഡ്. ചെയ്ത് കഴിഞ്ഞാൽ ബിൽഡറുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടും, കസ്റ്റമറുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടും, നിയമങ്ങളെല്ലാം പരിപാലിക്കപ്പെടും. ലവ്ലി. എന്തായാലും ഇതിനെക്കുറിച്ച് കുറേ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടായിരിക്കും എല്ലാവർക്കും. മാതൃഭൂമി.com കേരള പ്രോപ്പർട്ടി എക്സ്പോ ആണ് 29th and 30th നടക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി വരിക. അസറ്റ് ഹോംസ് ഉൾപ്പെടെയുള്ള ഒരുപാട് ബിൽഡേഴ്സ് അവിടെ എത്തുന്നുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് എല്ലാ സംശയങ്ങളും ഇതേപോലെ ചോദിക്കാവുന്നതാണ്. എന്തായാലും താങ്ക് യു സോ മച്ച് സുനിൽകുമാർ സർ. അസറ്റ് ഹോംസിന്റെ MD ആണ് നമ്മളോടൊപ്പം ഇത്ര സമയം സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇതിന്റെ വീഡിയോ അവൈലബിൾ ആണ് ക്ലബ് എഫ്എമ്മിയുടെ ഫേസ്ബുക്ക് പേജിൽ പോവുകയാണെങ്കിൽ. എല്ലാ ദുബായിലുള്ള മലയാളി പ്രവാസികൾക്കും വളരെ സന്തോഷകരമായിട്ടുള്ള സെയിൽസ് അനുഭവങ്ങൾ അല്ലെങ്കിൽ വീടുകൾ വാങ്ങിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾ നിങ്ങളുടെ സ്വപ്നം പോലെ തന്നെ പൂർത്തീകരിക്കപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Thank you so very much for joining us, sir. Good morning everyone. ഇത് Kalakan Recharge. You are with Shruti and Tanveer. Kalakan Recharge.